അടുത്ത നമ്മൾ പറഞ്ഞ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്താണെന്നായിരുന്നു പറഞ്ഞത്. അപ്പം അടുത്ത നോട്ട് നോക്കിക്കേ. ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് നമ്മളൊരു പോളിനോമിയലിനെ കണ്ടുപിടിക്കുമ്പോഴേ പോളിനോമിയലിനെ മാത്രമല്ല അത് ആശ്രയിക്കുന്നത്, അത് ഓവർ ഏത് ഫീൽഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ പോളിനോമിയൽ ഏത് ഫീൽഡിലേതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നതിനെയും കൂടെ ആശ്രയിച്ചാണ് നമുക്ക് സ്പ്ലിറ്റിംഗ് ഫീൽഡ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, കൺസിഡർ ദി പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബിലോങ്സ് ടു ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സിലുള്ളൊരു പോളിനോമിയലാണ് എക്സ് സ്ക്വയർ പ്ലസ് 1. അതിനെ നമ്മൾ എക്സ് പ്ലസ് റൂട്ട് ഓഫ് -1 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് ഓഫ് -1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, സിയിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് കിട്ടിയല്ലോ. കാരണം -1 എന്ന് പറയുന്നത് സിയിലുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, ബട്ട് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ക്യൂ ഈസ്, അപ്പം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ക്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂവിനെയും ഇതിൻ്റെ റൂട്ടിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ്. ക്യൂവിനെ റൂട്ട് ഐ ആണ്. അപ്പോൾ ക്യൂ ഓഫ് ഐ ആണ് അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ക്യൂ ഓഫ് ഐ -i എന്ന് പറയണ്ട, കാരണം ഇതൊരു ഫീൽഡാണ്. അപ്പോൾ ഐ ഉണ്ടെങ്കിൽ -i ഉറപ്പായിട്ടും അവിടെ വന്നോളൂ. അപ്പോൾ ക്യൂ ഓഫ് ഐ നോക്കിയാൽ മതി. ക്യൂ ഓഫ് ഐ എങ്ങനെ ഇരിക്കും, R+si ഫോമിലായിരിക്കും അതിലെ എലമെൻറ്റ്സ്. R+si such that R, S എലമെൻറ്റ് ഓഫ് ക്യൂ. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് 1 ഓവർ ആർ. എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ആറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ആറിനെയും ഈ ഐനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡായിരിക്കും, അത് സി ആണ്. സിമിലർലി എക്സ് സ്ക്വയർ -2 എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക. എക്സ് സ്ക്വയർ -2 നമ്മൾ ക്യൂ ഓഫ് എക്സിൽ കൺസിഡർ ചെയ്യുക. അത് ആറിൽ റിയൽ നമ്പേഴ്സിനകത്ത് സ്പ്ലിറ്റ് ചെയ്യും. എക്സ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 2 എന്നും പറഞ്ഞാൽ ആറിനകത്ത് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ക്യൂ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ആറിനകത്ത്. എക്സ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 2 എന്ന് പറയും. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ക്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂ ഓഫ് റൂട്ട് 2 ആണ്. ക്യൂ ഓഫ് റൂട്ട് 2, ക്യൂവിനെ ഇതിൻ്റെ റൂട്ട് ഏതാ, റൂട്ട് 2, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ്. R+s ഇൻറ്റു റൂട്ട് 2 അതിൻ്റെ എലമെൻറ്റ്സ്. One must say f is irreducible over f and E is a splitting field for f of x over f. That is the underlying field must be specified. അപ്പോൾ ഈ ഇറഡ്യൂസിബിൾ ഓവർ എഫ് അല്ലെങ്കിൽ ഏതാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ എഫ് ഓഫ് എക്സ് ഓവർ എഫ്, അത് ഏതാണ്, ഓവർ എവിടെയാണെന്നുള്ളത് പറഞ്ഞാലേ അത് ക്ലിയർ ആവത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇത് ഇറഡ്യൂസിബിൾ ആണെന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എവിടെയാണ് ഇറഡ്യൂസിബിൾ ആവുന്നത്, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എവിടെയാണ് അതിന് ആവുന്നത് എന്ന് ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ പറയണം. Our notation in example 4 appears to be inconsistent with the notation that we used in earlier chapter. For example, a plus b root 2നെ നമ്മൾ z of root 2 അത് സ്ക്വയർ ആണ്, ആൻഡ് സെറ്റ് a plus b root 2 q of root 2. ഓക്കെ, q of root 2 ആയിട്ട് കാണിക്കാം. The difference is that z of root 2 is merely a ring, whereas q of root 2 is a field. നമ്മൾ ഈ റിങ് എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റും ഫീൽഡ് എഴുതുമ്പോൾ സിംഗിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അതാണ് യൂഷ്വലായിട്ടുള്ളൊരു ഇത്. ഇൻ ജനറൽ parentheses are used when one wishes to indicate that the set is a field, even though no harm would be done by using say q of root 2 to denote a plus b root 2. കുഴപ്പമില്ലെന്നാണ് പറയുന്നത്, എന്നാലും നമുക്ക് പെട്ടെന്ന് ഇത് ഫീൽഡാണോ അതോ റിംഗ് ആണോ എന്ന് മനസ്സിലാക്കാൻ പരാന്തസിസ് ആണോ സ്ക്വയർ ബ്രാക്കറ്റ് ആണോ എന്നുള്ളത് കൊണ്ട് നമുക്ക് ക്ലിയർ ആവുന്നതാണ്. എക്സിസ്റ്റൻസ് ഓഫ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ നോൺ കോൺസ്റ്റൻറ്റ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ദെൻ ദെയർ എക്സിസ്റ്റ് എ ഫീൽഡ് ഇ ഫോർ എഫ് ഓഫ് എക്സ് ഓവർ എഫ്. എക്സിസ്റ്റൻസ് ഓഫ് സ്പ്ലിറ്റിംഗ് ഫീൽഡിനെ കുറിച്ച് പറയുന്ന തിയറമാണിത്. എഫ് ഒരു ഫീൽഡാണ്, എഫ് ഓഫ് എക്സ് നോൺ കോൺസ്റ്റൻറ്റ് എലമെൻറ്റ് ഓഫ് എഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ടായിരിക്കും. ദെൻ ദെയർ എക്സിസ്റ്റ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ ഫോർ എഫ് ഓഫ് എക്സ് ഓവർ എഫ് എന്നാണ് പറയുന്നത്. വി പ്രൊസീഡ് ബൈ ഇൻഡക്ഷൻ ഓൺ ഡിഗ് എഫ് ഓഫ് എക്സ്. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രിയിൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇഫ് ഡിഗ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. നൗ സപ്പോസ് ദാറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ഫീൽഡ്സ് ആൻഡ് ഓൾ പോളിനോമിയൽസ് ഡിഗ്രി ലെസ് ദാൻ ദാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം എഫ് ഫീൽഡ് ആണെങ്കിൽ അതിനെന്തുണ്ടായിരിക്കും, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ടായിരിക്കും എന്നല്ലേ നമ്മൾ കാണിക്കേണ്ടത്. എഫ് ഫീൽഡാണ്, എഫ് ഓഫ് എക്സ് നോൺ കോൺസ്റ്റൻറ്റ് എലമെൻറ്റ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിനൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ടായിരിക്കും എന്നാണ് കാണിക്കേണ്ടത്.
നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി 1 ആണെന്ന് കാണിക്കുക. ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ ഇനി കൂടുതൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ കേസിൽ ആ റിസൾട്ട് എന്താ, അതിനെ ലീനിയറായിട്ട് എഴുതി, അത് ട്രൂ ആയി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു എഫിൻ്റെ ഡിഗ്രീനേക്കാളും താഴെയുള്ളതിനെല്ലാം റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ബൈ തിയറം 20.1 there is an extension field EFF in which f of x has a 0. അപ്പോൾ നമ്മൾ തിയറം 20.1 പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു പോളിനോമിയൽ എടുത്താൽ അതിൻ്റെ ഒരു സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതുന്നു? x - a1 × g of x എന്ന് എഴുതുന്നു. g of x എവിടെ ഉണ്ട്? e of xനകത്തുണ്ട്. Since dig g of x less than dig f of x, by induction there is a field K that contains C and all zeros of f. അപ്പം ബൈ ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് എക്സ് ഇങ്ങനെ എഴുതി. ഇപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സിലുള്ളതാണ്. കാരണം A1 എവിടെ ഉള്ളതാണ്? ഇയിലുള്ള അതിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ A1 വെച്ച് നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x - a1 ഫാക്ടർ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ജി ഓഫ് എക്സിനകത്ത് ഈ A1ൻ്റെ അംശങ്ങളുണ്ടാകാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ജി ഓഫ് എക്സ് ഇ ഓഫ് എക്സിലെ പൊണ്ണുമ്പിലെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡിഗ്രി എഫിനേക്കാളും കുറവാണ്. ഇനി നമുക്ക് ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഫീൽഡ് കെ ഉണ്ടായിരിക്കും, അത് ഇനെ കണ്ടെയ്ൻ ചെയ്യും, ഓൾ ദി സീറോസ് ഓഫ് ജി ഓഫ് എക്സിനെയും കണ്ടെയ്ൻ ചെയ്യും. ക്ലിയർലി then a splitting field for f of x over f is f of a1 into s n. അപ്പം അതിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഈ ജി സ്പ്ലിറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒരു ഫീൽഡ് എടുക്കുക, എന്താ ജിക്ക് ഒരു ഇതുണ്ടെന്ന് നമുക്ക് കിട്ടിയില്ലേ? കെ എന്താണ്? കെ എന്ന് പറയുന്നൊരു ഫീൽഡുണ്ട്, അവിടെ നമുക്ക് അതിൻ്റെ എല്ലാ സീറോസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന A2 A3 എക്സെട്ര എന്നെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഫീൽഡുണ്ട്. അപ്പോൾ ഈ A1നെയും കൂടെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ക്ലിയർലി തന്നെ എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് A1 A2 എക്സെട്ര AN ആയിരിക്കും. കാരണം കെ ആരെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ഇനെയും കണ്ടെയ്ൻ ചെയ്യുന്നു, A2 A3 എക്സെട്ര ANനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ A1 എന്ന് പറയുന്നത് A1നെ ഇ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പം കെ എന്ന് പറയുന്നതിനകത്തൊരു A1 A2 എക്സെട്ര AN ഉണ്ട്, അത് ഇനെ കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ചെറിയ ഒരു ഫീൽഡ്, ഇതിനേക്കാളും ചെറിയ കെ എന്ന് പറയുന്ന ഒരു ഫീൽഡ് നമുക്ക് കിട്ടി, അതിനകത്ത് ഇത് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ടല്ലോ. വേറെ ഇല്ലെങ്കിൽ അത് കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ ചെറുത് ഉണ്ടെങ്കിൽ അത് എഫ് ഓഫ് A1 A2 എക്സെട്ര AN നമ്മൾ ഡിനോട്ട് ചെയ്യും. കൺസിഡർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു, നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഓവർ ക്യൂ. Obviously the zeros of f of x in C are plus or minus root 2 and plus or minus I. So a splitting field for f of x over Q is, obviously the zeros of f of x in C are f of x ൻ്റെ സീറോസ് ഏതൊക്കെയാ? എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ സീറോസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 2, എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ സീറോസ് പ്ലസ് ഓർ മൈനസ് I. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ എഫ് ഓഫ് എക്സ് ഓവർ ക്യൂ ക്യൂ ഓഫ് റൂട്ട് 2, ക്യൂവിനെയും റൂട്ട് 2വിനെയും ഐനെയും കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഓഫ് റൂട്ട് 2 കോമ ഐ ആണ് ഈക്വൽ ടു ക്യൂ ഓഫ് റൂട്ട് 2 ഓഫ് ഐ എന്നതിനെ എഴുതാം. അതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ഐ. ആൽഫയും ബീറ്റ എവിടെ ഉള്ളതാണ്? ക്യൂ ഓഫ് റൂട്ട് 2വിനകത്തിലുള്ളതാണ്. അപ്പം ആൽഫേനെ നമുക്ക് ക്യൂ ഓഫ് റൂട്ട് 2ൻ്റെ എലമെൻറ്റ്സ് എ പ്ലസ് ബി റൂട്ട് 2 ഫോമിലിരിക്കും. അപ്പോൾ അതിനെ ആൽഫയ്ക്ക് വരെ എ പ്ലസ് ബി റൂട്ട് 2 പ്ലസ് സി പ്ലസ് ഡി റൂട്ട് 2 ഇൻറ്റു ഐ.